പതിവ് പല്ലവി പോലെ ജലരേഖയായി മന്ത്രിയുടെ വാക്കുകൾ. 4ാം ദിവസവും കുടിവെള്ളമില്ലാതെ തലസ്ഥാനം ബുദ്ധിമുട്ടുകയാണ്. പൊന്നും വിലയ്ക്ക് ദാഹജലം വാങ്ങി സാധാരണക്കാർ. 4 മണിക്ക് വെള്ളം എത്തുമെന്ന മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി. പൈപ്പിന്റെ അലൈൻമെന്റിൽ വ്യത്യാസമുണ്ടായിരുന്നതോടെ വാൽവ് ഘടിപ്പിക്കുന്ന പണി വൈകുകയാണ്. ആദ്യം മന്ത്രിയുടെ വാക്കുകൾ. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന പൊസിഷൻ അനുസരിച്ച് 2 മണിയോട് കൂടി ഈ പ്രവർത്തനങ്ങൾ തീരും. ഒരു 3 മണിക്ക് പമ്പിങ് ആരംഭിക്കാൻ പറ്റും. ഒരു 4-5 മണിയോട് കൂടി ഇത് ഐരാണിമുട്ടം ടാങ്കിൽ വെള്ളം എത്തും എന്നുള്ള നില തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഇപ്പം രണ്ടും ഒരേ സമയത്ത് ഈ വാൽവിൻ്റെ പണി തീർക്കാനായിട്ട് നോക്കി നിൽക്കുന്നില്ല. വാൽവിൻ്റെ പണി നടക്കുമ്പോൾ തന്നെ ഈ പമ്പിംഗ് ലൈനിലേക്കുള്ള ഈ ജംഗ്ഷൻ്റെ പണിയും കൂടി ഒരേ സമയത്ത് നടത്തുവാണ്. അമൽ തേനമ്പറമ്പിലും പ്രശാന്ത് കൃഷ്ണയും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് പണി നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. അമൽ, 4ാം ദിവസമാണ്. ഇന്ന് 4 മണിക്ക് ഇപ്പം ശരിയാക്കി തരാം എല്ലാം എന്ന് മന്ത്രി പറഞ്ഞതാണ്. ഇനിയും എന്താണ് കാലതാമസം? കാലതാമസം അതായത് മന്ത്രി പറഞ്ഞത് മാത്രമല്ല, ഇന്നിപ്പോൾ മന്ത്രി ഈ പറഞ്ഞ സമയം കഴിഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ 4 മണിയാണ് സമയം പറഞ്ഞിരുന്നത് പണി പൂർത്തീകരിക്കാൻ. 6 മണിയോടെ വെള്ളം എത്തുമെന്ന് പറയുന്നു. പക്ഷേ വെള്ളം എത്തിയില്ല എന്ന് മാത്രമല്ല, ഇനിയും പണി പൂർത്തീകരിക്കാൻ സമയമെടുക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി മാറുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇന്നലെയും ഇതുപോലെ തന്നെ ഒരു മന്ത്രി ഏകദേശം ഈ ഒരു സമയത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തി ഒരു കാര്യം പറഞ്ഞിരുന്നു. മന്ത്രി വി ശിവൻകുട്ടി, അതായത് കോർപ്പറേഷനിൽ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം. ഇന്ന് രാവിലെയോടെ, അതായത് ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ മണിക്കൂറുകളാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാ വീടുകളിലും വെള്ളം എത്തുമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ വെള്ളത്തിന്റെ വിതരണം നടക്കുന്നതാണ്. നമ്മൾ കോർപ്പറേഷന്റെ വെള്ള വിതരണമൊക്കെ നേരത്തെ കണ്ടിരുന്നു. പക്ഷെ അതൊന്നും ഒരിടത്തേക്കും എത്തിയില്ല. ഇപ്പോൾ മറ്റ് സംഘടനകൾ കൂടി രംഗത്തെത്തുകയാണ്. ഇപ്പോൾ ഇവിടെ വാഹനത്തിൽ വെള്ളം എത്തിച്ച് നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം പ്രശ്നത്തിന് പരിഹാരമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇനിയിപ്പോൾ എപ്പോൾ ഈ വെള്ളം വീടുകളിലേക്ക് എത്തും എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം പറയാൻ 10 മണിയോടെ എത്തുമായിരിക്കും എന്നുള്ളതൊക്കെയാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. അങ്ങനെ ആളുകളെ പറ്റിക്കുകയാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 4 ദിവസമായി വെള്ളമില്ല. പല ആളുകളും രാവിലെ നമ്മൾ കണ്ട ആളുകളോട് സംസാരിച്ച ആളുകളൊക്കെ അതിവൈകാരികമായി സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ പ്രായമായ ആളുകളൊക്കെ ഇങ്ങനെ ആളുകൾ കൊണ്ടുവരുന്ന വെള്ളം മൊന്തയിലൊക്കെയായി മടങ്ങുകയാണ്. ഇപ്പോൾ കുറച്ചെങ്കിലും വെള്ളം കിട്ടി. ബാക്കി വെള്ളമൊക്കെ എപ്പോൾ ഇനി ഈ പൈപ്പിലൂടെ വെള്ളം എപ്പോഴെത്തും എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു ഉറപ്പും ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ചേട്ടാ, ഇതിപ്പോൾ നിങ്ങൾ സന്നദ്ധ പ്രവർത്തകർ ഇങ്ങനെ വെള്ളം വീടുകളിലേക്ക് എത്തിച്ച് നൽകുന്നുണ്ട്. ഇതുകൊണ്ട് മാത്രം മതിയാകൂ? പണി ഇതുവരെയും തീരുന്നില്ല. 4 മണിക്ക് തീരുമെന്ന് മന്ത്രി പറഞ്ഞതാണ്. ഒരു നടപടി ഉണ്ടായില്ല. ഇവർ ഈ വെള്ളം കൊണ്ടു കൊടുക്കാനായി ഇവിടെ എത്തിയ ആളുകളാണ്. അപ്പോൾ ഈ വെള്ളം കൊണ്ടെത്തുന്ന ഇതിപ്പോൾ ടാങ്കറിൽ ആളുകൾ മറ്റൊരു സ്ഥലത്തു നിന്ന് കൊണ്ടെത്തുന്ന ആളുകളാണ്. ഇവിടെ പ്രായമായ ആളുകളൊക്കെ പുറത്തു നിൽക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധിയാണല്ലേ? വലിയ പ്രതിസന്ധി എടുത്തോണ്ട് വരാൻ കൂടെ വയ്യ. നിങ്ങൾ കൊണ്ട് ഇവിടെ വരെ വന്നില്ലെങ്കിൽ ഞാൻ ഇപ്പം എടുക്കില്ല. ഞാൻ പാത്രമെല്ലാം പിറകെ അകത്ത് പറ്റി. എനിക്ക് അവിടെ തൂക്കിക്കൊണ്ട് വരാനുള്ള ആരോഗ്യമില്ല. മണക്കാട്ടിന്റെ മരിച്ചതുപോലെ ഞാൻ തറയി വീഴും. അത്ര ഇതായിരുന്നു. നിങ്ങൾ വന്നതിന് എനിക്കെല്ലാ നന്ദി. ഇത്രയും കൊണ്ട് തന്നതിന് ഞാൻ വേറ്റ് നിങ്ങൾ പറ്റിക്കുകയാണ്. എന്നെ ഇതാ വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 മണി തൊട്ട് ഈ പിള്ളേരോട് ചോദിച്ചാൽ പറയും. അവർ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം വന്നപ്പം തൊട്ട് ഞാൻ ഈ നടയിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചുമ്മാ പറയണായിരിക്കും ഞങ്ങളെ തന്നെ. അതായത് ഈ അമ്മ പറയുന്നത് പോലെ ഈ നേരത്തെ പറഞ്ഞത് മണക്കാട് വെള്ളം മുകളിലേക്ക് കയറ്റുന്നതിനിടെ ഒരാൾ മരണപ്പെട്ടു എന്നത് സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷനുകാരൊക്കെ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ വൈകാരികമായി പ്രതികരിക്കുകയാണ് ആളുകൾ. കാരണം ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റെവിടേക്കെങ്കിലും പോയി അവിടെ നിന്നും വെള്ളം എടുത്തുകൊണ്ട് പോകാനുള്ള അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് വരാനുള്ള അവസ്ഥയൊന്നുമില്ല. ഇവിടെ ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ മാത്രം, അല്ലെങ്കിൽ പൈപ്പിൽ വെള്ളം വന്നാൽ മാത്രം വെള്ളം വീട്ടിലേക്ക് എടുക്കാൻ കഴിയും. 4 ദിവസത്തെ പ്രതിസന്ധിയാണ്. വെള്ളം ശേഖരിച്ച് വെക്കണം എന്നുള്ള മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂർ ആണ് പറഞ്ഞിരുന്നത്. പക്ഷേ 2 ദിവസത്തേക്കുള്ള വെള്ളം ശേഖരിക്കണം എന്നുള്ളതൊക്കെ ആയിരുന്നു മുന്നറിയിപ്പ്. പക്ഷേ ആ മുന്നറിയിപ്പൊന്നും ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, ആ മുന്നറിയിപ്പിൽ ശേഖരിച്ച് വെച്ച വെള്ളമൊക്കെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങ് കഴിഞ്ഞു. പിന്നീട് വെള്ളമില്ലാതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇങ്ങനെ സേവാഭാരതി അടക്കം മറ്റ് യുവജന സംഘടനകളുടെ അടക്കമുള്ള സംഘടനകൾ ഇറങ്ങി വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരമാണ്. ആ നഗരത്തിൽ ഈ ടാങ്കറുകളും ലോറികളും ഒക്കെ കടന്നു പോകുന്ന വഴികൾ വളരെ കുറവാണ്. ചെറിയ വഴികളാണ് ഭൂരിഭാഗം സ്ഥലത്തും. അങ്ങനെയുള്ള സ്ഥലത്തൊന്നും വെള്ളം എത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ ഒരുവിധ സംശയവും വേണ്ട. ആളുകൾ ഇനിയും ഇത് വൈകുകയാണ് എങ്കിൽ ആളുകളുടെ പ്രതികരണം വൈകാരികമാകുന്നതിൽ നമ്മൾ അവരെ തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്. പണം മുടക്കി വെള്ളം വാങ്ങേണ്ട സ്ഥിതിയാണുള്ളത്. ഇതിപ്പോൾ
കോർപ്പറേഷന്റെ ടാങ്കർ ലോറികൾ പലയിടങ്ങളിലായി കടന്നു പോകുന്നുണ്ട്. ആ കടന്നു പോകുന്ന വഴിയോരങ്ങളിൽ നിറയെ ഇതുപോലെ പാത്രങ്ങളുമായി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർ ഒരു ബക്കറ്റെങ്കിൽ ഒരു ബക്കറ്റ് എന്നുള്ള നിലയിൽ വെള്ളം പിടിച്ചു വെക്കുന്നു. ഇത് സൂക്ഷിക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളും വീട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ബക്കറ്റിൽ അല്ലെങ്കിൽ കുടത്തിലൊക്കെ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ പാത്രങ്ങളിൽ പിടിച്ചു വെക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഒരു ദിവസത്തേക്കുള്ള വെള്ളമൊക്കെ ഒരുപക്ഷെ ശേഖരിച്ചു വെക്കാൻ കഴിഞ്ഞേക്കാം. കുട്ടികളുള്ള വീടുകളിലൊക്കെ നമ്മൾ പോയതാണ്. രാവിലെ ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുന്ന വീട്ടിൽ പോയിരുന്നു. അവർക്ക് ആ വീട്ടിലെ കാര്യങ്ങൾ, ആ സ്ത്രീയുടെ കാര്യങ്ങൾ നോക്കാൻ പോലുമുള്ള വെള്ളം പണം കൊടുത്ത് മിനറൽ വാട്ടർ വാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. കടകളിൽ കുപ്പിവെള്ളം തീർന്നു പോകുന്ന അവസ്ഥ തിരുവനന്തപുരത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം പ്രതിസന്ധി ഈ നാടിനുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴെന്തായാലും ഈ പറഞ്ഞ സമയങ്ങൾ കടന്നു പോകുന്നു. 10 മണിയാകുമ്പോൾ വെള്ളത്തിന്റെ മന്ത്രി പറഞ്ഞ സമയവും വാക്കുമൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. പക്ഷെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. ഗതികേടിൽ, ബുദ്ധിമുട്ടിൽ, പ്രയാസത്തിലാണ് തിരുവനന്തപുരം നിവാസികൾ.